നമുക്ക് കരിഞ്ഞ കുക്കർ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. ആദ്യം 1 സ്പൂൺ സർഫ് എക്സൽ ഇടുക. അതിന് മുമ്പ് എന്ത് വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കരിഞ്ഞ പാത്രം വൃത്തിയായി കഴുകി വെക്കുക. അതിനുശേഷം 1 സ്പൂൺ സർഫ് എക്സൽ ഇടുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് കരിഞ്ഞ ഭാഗം മുങ്ങത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം മെല്ലെ ഇളക്കി കൊടുക്കുക. തുടർച്ചയായി ഇളക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. പതഞ്ഞ് പൊങ്ങി മറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ പാലെല്ലാം തിളച്ച് മറിയില്ലേ, അതുപോലെ ഇത് സോപ്പ് പൊടി ആയതുകൊണ്ട് ഇതും തിളച്ച് മറിയാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കരിഞ്ഞ ഭാഗങ്ങൾ കഷ്ണം കഷ്ണമായി പൊങ്ങി വരുന്നത് നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല, എങ്കിലും പൊങ്ങി വരുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ശക്തിയിൽ ഇളക്കണമെന്നൊന്നുമില്ല, മെല്ലെ മെല്ലെ കരിഞ്ഞ ഭാഗത്തിന് മുട്ടത്തക്ക വിധത്തിൽ ഇളക്കി കൊടുക്കുക. കണ്ടോ, കരിഞ്ഞ കഷ്ണങ്ങൾ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ വെള്ളത്തിൽ? എല്ലാ ഭാഗങ്ങളും ഇളകിയിട്ടില്ല, ചില ഭാഗങ്ങൾ ഇളകാൻ ബാക്കിയുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് ചിലപ്പോൾ ഇളക്കി കൊടുക്കേണ്ടി വന്നേക്കാം. നന്നായി തിളക്കുന്നുണ്ട്. നമുക്ക് ഗ്യാസ് സിമ്മിലേക്ക് വെക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെള്ളത്തിൻ്റെ കളർ മാറി മാറി വരുന്നത്. സിമ്മിലാവുമ്പോൾ ഇപ്പോൾ പതയില്ല, അപ്പം ബ്ലാക്ക് വെള്ളം നമുക്ക് കാണാൻ പറ്റും. കഷ്ണം കഷ്ണം പീസും കാണാൻ പറ്റും. മുമ്പ് എൻ്റെ ഒരു കാസ്റ്റ് അയൺ കുക്കർ ഇതുപോലെ ആയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിന്. ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിൽ ഇന്ന് കുക്കർ വെച്ച് വീഡിയോ എടുക്കുന്നത്. സോപ്പും വെള്ളം ഉപയോഗിച്ച് തിളപ്പിച്ച കുക്കറിൽ എങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. നമുക്ക് കുക്കർ നന്നായി കഴുകിയ ശേഷം ചെറുനാരങ്ങ മുറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം മറിച്ച് കളഞ്ഞ് നമുക്ക് കുക്കർ പഴയതുപോലെ ഉപയോഗിക്കാൻ പറ്റും. കരിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുക്കറല്ലേ, അപ്പം കുറച്ച് ഒരു 5-10 മിനിറ്റ് അതിന് വേണ്ടി നമ്മൾ മെനക്കെടേണ്ടി വരും. പുതിയതുപോലെ ആക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം.
കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും. ഏകദേശം എല്ലാം ഇളകി വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ ഭാഗങ്ങൾ ബാക്കിയുണ്ട്, എങ്കിലും ഒരുവിധം വൃത്തിയായി എന്ന് തോന്നുന്നു. നമുക്ക് കയ്യിലുകൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും ഇളകിയോ ഇല്ലയോ എന്ന്. ഏതായാലും നമുക്ക് കുക്കറിലെ വെള്ളം മറിച്ച് നോക്കാം. ഉണ്ടോ, കുക്കറിലും സിങ്കിലും എല്ലാം കരിഞ്ഞ പൊടികൾ കാണുന്നുണ്ട്. ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ വാഷ് ചെയ്ത് നോക്കാം. ഉണ്ടോ കരിഞ്ഞ പൊടികൾ? എത്രയാണ് കരിഞ്ഞിട്ട്. ഇനി നമുക്ക് വൃത്തിയായി വാഷ് ചെയ്യാം. 1-2 സ്ഥലങ്ങളിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ക്ഷമ നശിച്ചത് കൊണ്ടാണ്. കുറച്ച് നേരം കൂടി തിളപ്പിച്ചിട്ടെല്ലാം പോകുമായിരുന്നു. ഏതായാലും നമുക്ക് കുറച്ച് പ്രില്ലൊഴിച്ച് വാഷ് ചെയ്ത് നോക്കാം. ഒന്ന് കുറച്ച് ശക്തിയിൽ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ. ഏതായാലും കംപ്ലീറ്റ് ആയി പോയി എന്ന് തോന്നുന്നു. നോക്കാം. ഏതായാലും നമ്മളെ കുക്കർ പഴയതുപോലെ ആയിട്ടുണ്ട്. സർഫ് എക്സൽ കൊണ്ട് തുണിയിലെ കറ പോയില്ലെങ്കിലും നമുക്ക് പാത്രത്തിലെ കറ വൃത്തിയിൽ കളയാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. എല്ലാവരും സർഫ് എക്സൽ വാങ്ങുക, എന്നിട്ട് പാത്രം കഴുകുക. എല്ലാവരും പരീക്ഷിക്കണം കേട്ടോ. വീട്ടിൽ കരിഞ്ഞ പാത്രങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് പരീക്ഷിക്കാവുന്നതാണ്.